Okay, so hello everyone. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് എൻ എസ്സേ ടോപ്പിക് ജനറലി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന എസ്സേ ക്വസ്റ്റ്യൻ വാസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻഡ് ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് MI എന്ന് പറയുന്നത്. പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറലി. സോ നമുക്ക് അറിയേണ്ടത് നോർമൽ ECG അറിഞ്ഞിരിക്കണം, വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, എങ്ങനെ എത്ര ലീഡ്സ് ഉണ്ട്, ഈ ലീഡ്സ് ഏതൊക്കെയാണെന്നൊരു ജനറൽ ഐഡിയ നമുക്ക് വേണം. പിന്നെ ECG തന്നെ വാട്ട് ഈസ് എൻ ഇൻ്റർവെൽ സെഗ്മെൻറ്റ് വേവ്സ് എന്തൊക്കെയാണെന്ന് അറിയണം. ദെൻ യു ഹാവ് ടു നോ വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോർണറി സർക്കുലേഷൻ ആൻഡ് ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ECG പറയാം. സോ ECG ലീഡ്സ് എന്ന് പറയുമ്പോൾ there are 12 leads in total and it is divided into limb leads and chest leads. സോ ലിംബ് ലീഡ്സ് നമുക്ക് പിന്നെയും ബൈപോളാർ യൂണിപോളാർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ബൈപോളാർ ലിംബ് ലീഡ് എന്ന് വെച്ചാൽ, സോ ബൈപോളാർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും. ആൻഡ് ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കും, നെഗറ്റീവ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. ഓക്കെ, സോ വി ഹാവ് ലീഡ് 1, ലീഡ് 2 ആൻഡ് ലീഡ് 3. ആൻഡ് ഈ ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും. എവിടെ പ്ലേസ് ചെയ്യുക, അത് അറിയാനായിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിളിനെ പറ്റി പഠിക്കുന്നത്. എയിൻറ്റവൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ട്രയാങ്കിൾ. സോ വാട്ട് ഇസ് ദിസ് ട്രയാങ്കിൾ? It is an equilateral triangle with each side representing the axis of the bipolar limb lead. So ഇപ്പോൾ ഒരു മനുഷ്യനിവിടെ കാണാം അല്ലേ. അപ്പോൾ ഇവിടെ ഇയാളുടെ 2 ഷോൾഡേഴ്സിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഈ എയിൻറ്റവൻ ട്രയാങ്കിളിൻ്റെ ബേസ് വരിക. ആൻഡ് ഇതിൻ്റെ എപ്പെക്സ് എന്ന് പറയുന്നത് ഗ്രോയിനിലേക്ക് പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളാണ്. ആൻഡ് ഈ ഓരോ സൈഡും ഓരോ ലീഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ആമിൻ്റെയും ലെഫ്റ്റ് ആം ആൻഡ് ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ RALA എന്ന് പറഞ്ഞു റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലീഡ് 1 ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് പ്ലേസ് ദ റൈറ്റ് ആം ആൻഡ് പോസിറ്റീവ് ഇൻ ദ ലെഫ്റ്റ് ആം. ലീഡ് 2 ആണെങ്കിൽ നെഗറ്റീവ് ഇൻ ദ റൈറ്റ് ആം ആൻഡ് പോസിറ്റീവ് ഇൻ ദ ലെഫ്റ്റ് ലെഗ്. ലീഡ് 3 ആണെങ്കിൽ നെഗറ്റീവ് ഇൻ ദ ലെഫ്റ്റ് ആം ആൻഡ് പോസിറ്റീവ് ഇൻ ദ ലെഫ്റ്റ് ലെഗ്. Okay, that is all about the Infarction triangle. Infarction triangle generally a 4-mark question or YVK ചോദിക്കാൻ പറ്റും. Next one is your unipolar limb leads. Again we have 3 leads here, AVR, AVF and AVL, where A stands for augmented. ഇവിടെ ജനറലി ഒരു ഇലക്ട്രോഡ് മാത്രമാണ് ആക്റ്റീവ് ഇലക്ട്രോഡ് ആൻഡ് അത് വന്ന് സിംപ്ലി ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡ്. ഇനി അടുത്ത ചെസ്റ്റ് ലീഡ്സ് ആണ്. ചെസ്റ്റ് ലീഡ്സ് നമുക്ക് 6 ചെസ്റ്റ് ലീഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? V1, V2, V3, V4, V5, V6. ഇനി ഇതെങ്ങനെയാണ് ഈ ഓരോ ലീഡ്സ് പ്ലേസ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഡയഗ്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവും. ഇവിടെ V1, V2, V3, V4, V5, V6 കാണാൻ പറ്റും. സോ V1 എന്ന് പറയും. ഓക്കെ, സോ V1 എന്ന് പറയുമ്പോൾ ഇത് എവിടെ വരുന്നത്? റൈറ്റ് 4th ഇൻ്റർകോസ്റ്റൽ സ്പേസ് വിത്ത് ദ റൈറ്റ് ബോർഡർ ഓഫ് സ്റ്റേർണം, V1 വരുന്ന ഏരിയ. ആൻഡ് V2 എന്ന് പറയുമ്പോൾ എവിടെ വരുന്നത്? V2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ദ ലെഫ്റ്റ് 4th ഇൻ്റർകോസ്റ്റൽ സ്പേസ് അറ്റ് ദ ലെഫ്റ്റ് ബോർഡർ ഓഫ് സ്റ്റേർണം. ദെൻ V3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിറ്റ്വീൻ V2 ആൻഡ് V4. V4ൻ്റെ V2ൻ്റെ ഇടയിലാണ് V3 വയ്ക്കുക. V4 എവിടെ വയ്ക്കുക? സോ യു ക്യാൻ സി അല്ലേ, V4 ഇസ് പ്ലേസ് ഇൻ ദ ലെഫ്റ്റ് 5th ഇൻ്റർകോസ്റ്റൽ സ്പേസ് അറ്റ് ദ മിഡ് ക്ലാവിക്കുലർ ലൈനിൻ്റെ എവിടെയാണ് V4 വരുന്നത്. V5 ആണെങ്കിൽ അഗെയിൻ ഇറ്റ് ഇസ് ഇൻ ദ ലെഫ്റ്റ് 5th ഇൻ്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദി ആൻറ്റീരിയർ ആക്സിലറി ലൈൻ. ആൻഡ് V6 ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ലെഫ്റ്റ് 5th ഇൻ്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദ മിഡ് ആക്സിലറി ലൈൻ. ഓക്കെ, സോ നമ്മളിപ്പോൾ വി ഹവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് ലീഡ്സ് ആൻഡ് ഹൗ ടു പ്ലേസ് ദം ഓൺ ദ ബോഡി. ഇതൊക്കെ പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി നോർമൽ ECGയെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ നോർമൽ ECG ജനറലി ചോദിക്കുക വരയ്ക്കാനാണ്. 4 മാർക്കിന് ഡയഗ്രമായിട്ടാണ് നോർമൽ ECG ജനറലി ചോദിക്കുക. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് ഒരു ഇൻ്റർവെൽ, എന്താണ് ഒരു സെഗ്മെൻറ്റ്, എന്തൊക്കെയാണ് വേവ്സ്, വാട്ട് ആർ ദ വേവ്സ്, ഇതൊക്കെ ഒരു ജനറൽ ഐഡിയ വേണം. സോ വി ഹാവ് 4 വേവ്സ് ഹിയർ. ഏതൊക്കെയാണ്? T വേവ്, QRS കോംപ്ലെക്സ്, T വേവ് ആൻഡ് U വേവ്. സോ വാട്ട് ഡസ് P വേവ് ഡിനോട്ട്സ്? ജനറലി ആൾക്കൊക്കെ പറയാൻ ടെൻഡൻസി ഉണ്ടാവും P വേവ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുക. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഏട്രിയൽ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ ഈവൻ്റ് ആണ്. ആൻഡ് നമ്മുടെ ബോഡിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഈവൻറ്റിന് മുന്നേ ഒരു ഇലക്ട്രിക്കൽ ഈവൻറ്റ് നടക്കും. ഈ ഒരു ഇലക്ട്രിക്കൽ ഈവൻറ്റ് ഓൾവേസ് പ്രിസീഡ്സ് എ മെക്കാനിക്കൽ ഈവൻറ്റ്. സോ അതുകൊണ്ട് എപ്പോഴും ഏട്രിയൽ ഡീപോളറൈസേഷൻ ഇസ് നെവർ ഇക്വലൻറ്റ് ടു ഏട്രിയൽ കൺട്രാക്ഷൻ എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും P വേവ് ഡിനോട്ട്സ് ഏട്രിയൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. P വേവ് ഓൾവേസ് ഡിനോട്ട്സ് ഏട്രിയൽ ഡീപോളറൈസേഷൻ. QRS കോംപ്ലെക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, T വേവ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആൻഡ് U വേവ് ഷോസ് സ്ലോ റീപോളറൈസേഷൻ ഓഫ് പാത്തഡമസ്. U വേവ് ജനറലി അങ്ങനെ കാണാറില്ല. ഈ ഒരു ECG ഡയഗ്രമാണ്. ഇത് ഇതുപോലെ തന്നെ വരയ്ക്കാൻ നോക്കണം. ദിസ് ഡയഗ്രാം. സോ അതിന് മുന്നായിട്ട് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വേവ്സ്. നെക്സ്റ്റ് വൺ സെഗ്മെൻറ്റ്സും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെഗ്മെൻറ്റ്സ് വി ഹാവ് 2 സെഗ്മെൻറ്റ്സ് മെയിൻലി, PR സെഗ്മെൻറ്റ് ആൻഡ് ST സെഗ്മെൻറ്റ്. അതിൽ PR സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ P വേവിൻ്റെ എൻഡ് തൊട്ട് QRS കോംപ്ലെക്സിൻ്റെ ബിഗിനിങ് വരെയാണ് PR സെഗ്മെൻറ്റ് വരിക. ST സെഗ്മെൻറ്റ് ആണെങ്കിൽ
QRS കോംപ്ലക്സിൻ്റെ എൻഡ് തൊട്ട്, ദാറ്റ് ഇസ് ഈ QRS കോംപ്ലക്സിൻ്റെ എൻഡിനെ വിളിക്കുന്ന പേരാണ് ജെ പോയിൻറ്റ്. ജെ പോയിൻറ്റ് തൊട്ട് ടി വേവിൻ്റെ ബിഗിനിങ് വരെയാണ് ST സെഗ്മെൻറ്റ് ഉള്ളത്. സെഗ്മെൻറ്റ്സ് മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഇൻ്റർവെൽസ് ആണ് മെയിൻലി. കുറേ ഇൻ്റർവെൽസ് ഉണ്ടെങ്കിലും വി ആർ മെയിൻലി കൺസേൺ വിത്ത് PR ഇൻ്റർവെൽ, ST ഇൻ്റർവെൽ ആൻഡ് RR ഇൻ്റർവെൽ. അല്ല, എന്താണ് PR ഇൻ്റർവെൽ? ഈ ഇൻ്റർവെലിന് അപ്പോൾ ഇൻ്റർവെലും സെഗ്മെൻറ്റും തമ്മിൽ വ്യത്യാസം നമുക്ക് തോന്നും അല്ലേ? അപ്പോൾ ഇവിടെ PR സെഗ്മെൻറ്റും ഉണ്ട്, PR ഇൻ്റർവെലും ഉണ്ട്. PR ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് P വേവ് പ്ലസ് PR സെഗ്മെൻറ്റ്. ഓക്കെ, so that is about this PR interval. So PR interval starts from the beginning of P wave to the beginning of QRS complex, and adenda kanikkunna atrial depolarization and conduction through AV node. Okay, so PR interval prolong ചെയ്തതിന് അർത്ഥം എന്താണ്? so AV conduction അല്ലെങ്കിൽ പ്രശ്നം എന്ന അർത്ഥം. ഓക്കെ, ഇന്നത്തെ QRS interval എന്ന് പറഞ്ഞാൽ ഓൾറെഡി QRS wave pattern തന്നെയാണ്. ഇറ്റ് ഷോസ് ventricular depolarization, that's all. ST interval എന്ന് പറഞ്ഞാൽ it is between the J point and the end of T wave. ST segment എന്ന് പറഞ്ഞാൽ beginning of T wave ആയിരുന്നു. ST interval എന്ന് പറഞ്ഞാൽ end of T wave ആണ്. Then RR interval. RR interval is very important. RR interval എന്ന് പറഞ്ഞാൽ it is between two successive രണ്ട് R വേവ്സിൻ്റെ ഇടയിലാണ് ഈ RR interval വരിക. ആൻഡ് RR ഇൻ്റർവെൽ എണ്ണിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ നോർമൽ ECG. ഇനി അടുത്തത് MIയിലേക്ക് വരാം. സോ MIയിൽ ജനറലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ECG ചേഞ്ചസ് ഇൻ MIയിൽ കാണുന്ന ECG ചേഞ്ചസ് എന്തൊക്കെയാണ്? സോ ഡ്യൂറിങ് മയോകാർഡിയൽ ഇസ്കീമിയ, ദാറ്റ് ഇസ് ഇൻഫാക്ഷൻ തുടങ്ങുന്ന സമയത്ത് കാണുന്ന ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ T വേവ് ഇൻവേർഷൻ ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്താവും? ST സെഗ്മെൻറ്റ് എലിവേഷൻ ഇസ് സീൻ ഇൻ ഏരിയാസ് where the tissue is infarcted, and ST segment depression is seen in areas opposite to this infarcted area. Okay, so ഞങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ECG ചേഞ്ചസ് ചോദിച്ചിട്ട് വാട്ട് ഇസ് ദ ഫിസിയോളജിക്കൽ ബേസിസ് ഫോർ സീയിങ് ദിസ് ECG ചേഞ്ച് എന്ന് പറഞ്ഞ 4 മാർക്കിന് ചോദിച്ചായിരുന്നു. സോ ഫിസിയോളജിക്കൽ ബേസിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈ ECG ചേഞ്ച് എന്തുകൊണ്ട് കാണുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തുകൊണ്ട് കാണുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇൻഫാക്ട് ചെയ്യുന്ന ഇനീഷ്യൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഉണ്ടല്ലോ, ഈ ഫ്യൂ സെക്കൻഡ്സിൽ റാപ്പിഡ് റീപ്ലറൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻഫാക്റ്റഡ് ഏരിയ. റാപ്പിഡ് റീപ്ലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഓപ്പണിംഗ് പൊട്ടാസ്യം ചാനൽസ് കാരണം പൊട്ടാസ്യം ഇൻഫ്ലക്സ് സംഭവിച്ച് വാട്ട് ഹാപ്പൻസ്, ഇൻഫാക്റ്റഡ് ഏരിയ വിൽ അപ്പിയർ വെരി പോസിറ്റീവ് കമ്പയർഡ് ടു ദി അതർ നോർമൽ ഏരിയാസ് ഓഫ് എ ഹാർട്ട്. നോർമൽ ഏരിയ ഭയങ്കര നെഗറ്റീവായിട്ടും ഇൻഫാക്റ്റഡ് ഏരിയ ഭയങ്കര പോസിറ്റീവായിട്ടും കാണും. സോ നമുക്കറിയാം കറൻറ്റ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ ഇവിടെ ഇൻഫാക്റ്റഡ് ഏരിയ പോസിറ്റീവും നോർമൽ ഏരിയ നെഗറ്റീവ് ആണല്ലോ. സോ കറൻറ്റ് ഫ്ലോസ് ഫ്രം ദ ഇൻഫാക്റ്റഡ് ഏരിയ ടു ദ നോർമൽ ഏരിയ. ഈ ഒരു ഫ്ലോ പാറ്റേൺ കാരണമാണ് ST എലവേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സോ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് റാപ്പിഡ് റീപ്ലറൈസേഷൻ ഓഫ് ഇൻഫാക്റ്റഡ് ടിഷ്യൂ ഡ്യൂ ടു ദ ഫാസ്റ്റ് ഓപ്പണിംഗ് പൊട്ടാസ്യം ചാനൽസ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഏതൊരു സെല്ലാണെങ്കിലും ന്യൂറോൺ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻട്രസെല്ലുലർ പൊട്ടാസ്യമാണ്. പക്ഷേ ഇൻട്രസെല്ലുലർ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കുറയുന്നതോടുകൂടി ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇസ് ഡിലേഡ്. ദാറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ദിസ് ST എലവേഷൻ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, റാപ്പിഡ് റീപ്ലറൈസേഷനാണ് നടക്കുക, പക്ഷേ ഡീപ്ലറൈസേഷൻ വേഗവും നടക്കത്തില്ല ഇൻഫാക്റ്റഡ് സെല്ലിൽ. അതുകൊണ്ടുകൂടി സെയിം തിങ് ഹാപ്പൻസ്, ഇൻഫാക്റ്റഡ് ഏരിയ ബിക്കംസ് പോസിറ്റീവ് ആൻഡ് നോർമൽ ഏരിയാസ് നെഗറ്റീവ്. അപ്പോൾ അഗെയിൻ ST എലവേഷൻ ഹാപ്പൻസ്. അപ്പോൾ ഈ 3 പോയിന്റ് യു ഹാവ് ടു റൈറ്റ് ഫോർ ദ ഫിസിയോളജിക്കൽ ബേസിസ് ഫോർ ദ ECG ചേഞ്ചസ് സീൻ ഇൻ MI. ഓക്കെ, നെക്സ്റ്റ് വൺ ലാസ്റ്റ് ആയിട്ട് അഡ്വൈസ്. അപ്പോൾ ECG ചേഞ്ചസ് ഇൻ MI ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സിംപ്ലി ഡ്രോ ദിസ് ഡയഗ്രാം. ST എലവേഷൻ കാണിക്കാനായിട്ട് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം, ST ഡിപ്രഷൻ കാണിക്കാനായിട്ട് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഓർക്കേണ്ടത് എപ്പോഴും ഇൻഫാക്റ്റഡ് ഏരിയയിലാണ് ST എലവേഷൻ കാണുന്നത്, ഓപ്പോസിറ്റ് ഏരിയയിൽ ST ഡിപ്രഷനാണ് കാണുക. ലാസ്റ്റായിട്ട് വരുന്ന സംഭവമാണ് എന്താ, അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ നിങ്ങളോട് ചോദിക്കാം. ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പോ കലീമിയയിൽ എന്ത് ECG ചേഞ്ചാണ് കാണുന്നത്? ഹൈപ്പർ കലീമിയയിൽ യു ക്യാൻ സീ ടോൾ T waves. ഹൈപ്പോ കലീമിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, സോ ഡിപ്രസ്ഡ് T wave. സി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഈ ലാസ്റ്റ് വൺ നെക്സ്റ്റ് ഞങ്ങളുടെ 4th ക്വസ്റ്റ്യൻ ആയിരുന്നു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ കൊറോണറി സർക്കുലേഷൻ ഐ തിങ്ക് സ്പെഷ്യൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ JK പാലിലുണ്ട്, അവിടെയാണ് വരുന്നത്. അതിൽ റീനൽ സർക്കുലേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാർട്ട് റിസീവ്സ് മേജർ ബ്ലഡ് സപ്ലൈ ഡ്യൂറിങ് ഡയസ്റ്റലി.
ആ ഒരു പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നോർമലി നമുക്കറിയാം, നമ്മൾ പറയും ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ്, അല്ലെങ്കിൽ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഓരോ ഓർഗനും ബ്ലഡ് കിട്ടുക എന്നാണ് പറയാം. പക്ഷേ ഹാർട്ട് ആസ് സച്ച് ആ ഒരു ഓർഗനെ കൺസിഡർ ചെയ്യുമ്പോൾ വെൻ ഇറ്റ് കൺട്രാക്ട്സ് ദ ബ്ലഡ് വെസൽസ് ഇൻ ദ ഹാർട്ട് ഗെറ്റ്സ് മെക്കാനിക്കലി കംപ്രസ്ഡ്. അപ്പോൾ സിസ്റ്റലിയുടെ സമയത്ത് ഹാർട്ടിന് കാര്യമായിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടത്തില്ല. അതിന് എപ്പോഴാണ് കിട്ടുക? ഡയസ്റ്റലിയുടെ സമയത്താണ് കിട്ടുക. സോ ഈ സബ് എൻഡോകാർഡിയൽ ജനറലി അനദർ ക്വസ്റ്റ്യൻ ആണ്, സബ് എൻഡോകാർഡിയൽ ലെയേഴ്സിലാണ് MI കോമൺ ആയിട്ട് കാണാനൊരു ഇത് പറയും, ഫിസിയോളജിക്കൽ ബേസിസ് ചോദിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കംപ്രഷൻ ഇസ് മാക്സിമലി സീൻ ഇൻ ദ സബ് എൻഡോകാർഡിയൽ ലെയേഴ്സ്. ദാറ്റ് ഈസ് വൈ മാക്സിമം ബ്ലഡ് വെസൽസ് കംപ്രസ് ആവുന്ന ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് ഈ ഏരിയ വേഗം ഇൻഫാക്റ്റഡ് ആവാനുള്ള ചാൻസ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോറണറി ആർട്ടറീസ് ഓർ എൻഡ് ആർട്ടറീസ്. എൻഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനെ ഒരൊറ്റ ആർട്ടറി, ടെർമിനൽ ആർട്ടറി മാത്രമേ, വേറൊരു ബ്രാഞ്ചസോ ഒന്നുമില്ല, ആ ഒരൊറ്റ ആർട്ടറി ഒറ്റയ്ക്ക് ഇരുന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടറിക്ക് ബ്ലോക്കേജ് പറ്റിക്കഴിഞ്ഞാൽ ആ ഏരിയ വേഗം ഇസ്കീമിക് ആയിരിക്കും. അപ്പോൾ എന്താ, ഒരുപാട് ബ്ലഡ് വെസൽസ് അനസ്റ്റമോസൊക്കെ ചെയ്ത് ഹാർട്ടിനെ സപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ അത്രയും വേഗമൊന്നും ഇൻഫാക്ഷൻ വരത്തില്ലായിരുന്നു. പക്ഷേ കൊറോണറി ആർട്ടറി എൻഡ് ആർട്ടറി ആയതുകൊണ്ടാണ് ഇൻഫാക്ഷൻ വേഗം വരുന്നത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തം മെറ്റബോളിക് നീഡ്സ് അനുസരിച്ച് സ്വന്തം ഓർഗനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ ഹാർട്ടിനെ പറ്റും. ദറ്റ് ഇസ് കൊറോണറി ബ്ലഡ് ഫ്ലോസ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ മെറ്റബോളിക് നീഡ്സ് ഓഫ് ദ മയോകാർഡിയം. ഈ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അഡിക്വേറ്റ് കൊറോണറി ബ്ലഡ് ഫ്ലോ റീസർവ് ഹാർട്ടിനുണ്ട്. അതായത് കുറച്ച് ബ്ലഡ് ഇങ്ങനെ ഹാർട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ബ്ലഡ് ഇസ് ഓൺലി മൊബിലൈസ്ഡ് വെൻ ദ ഓക്സിജൻ റിക്വയർമെൻറ്റ് ഓഫ് ദ ഹാർട്ട് ഇൻക്രീസസ് ട്രെമൻഡസ്ലി. ഇപ്പോൾ ഒരു ഈവൻ സ്വന്തം ബ്ലഡ് ഫ്ലോ 5-fold ഇൻക്രീസ് ചെയ്യാൻ ഹാർട്ടിന് പറ്റും ഇഫ് ഇറ്റ്സ് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഇസ് വെരി ഹൈ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ജനറലി ഇപ്പോൾ നമുക്കറിയാം ഓർഗൻസിനൊക്കെ എനർജി സപ്ലൈ ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ് അല്ലേ. പക്ഷേ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് ഫ്രീ ഫാറ്റി ആസിഡ്. ഫ്രീ ഫാറ്റി ആസിഡ് ആണ് ഹാർട്ടിന് എനർജി സപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാർട്ട് എക്സ്ട്രാക്ട് 80% ഓഫ് ഓക്സിജൻ ഫ്രം ദ ആർട്ടറിയൽ ബ്ലഡ്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഏറ്റവും കൂടുതൽ ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ റിക്വയർ ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് ഹാർട്ട്. ഓക്കെ, സോ വെറുതെ റെസ്റ്റിലിരിക്കുമ്പോൾ തന്നെ ആർട്ടീരിയൽ ബ്ലഡും വീനസ് ബ്ലഡും തമ്മിലുള്ള ഓക്സിജൻ വ്യത്യാസം, അതായത് PO2 വ്യത്യാസം ഇസ് വെരി ഹൈ. ആർട്ടീരിയൽ ബ്ലഡ് ഇറ്റ് വിൽ ബി വെരി ഹൈ, വീനസ് ബ്ലഡ് വിൽ ബി വെരി ലോ. ബിക്കോസ് ഹാർട്ട് 80% ഓക്സിജൻ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഈവൻ റെസ്റ്റിലിരിക്കുമ്പോൾ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്ട്രെനുവസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഓക്സിജൻ ഡിമാൻഡ് കൂടത്തില്ലേ. അപ്പോൾ അങ്ങനെ കൂടുകയാണെങ്കിൽ ഹാർട്ട് ഹാസ് നോ ദർ ഓപ്ഷൻ റാദർ ദൻ ടു increases blood flow. വേറൊരു വഴി ഹാർട്ടിനില്ല. സോ in order to meet its increased oxygen demand, it has to increase the coronary blood flow because 80% of oxygen from the arterial blood is taken by the heart itself. ഓക്കെ, അതുകൊണ്ട് വേറൊരു വഴിയില്ല അതിന്. പിന്നെ എന്താണ്, വാട്ട് ഇസ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട്? ഇറ്റ് ഇസ് 250 ml/minute. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോ റെഗുലേഷൻ. സ്വന്തം ബ്ലഡ് ഫ്ലോ സ്വന്തമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ഓർഗൻസ് ഓഫ് ദ ബോഡിയാണ് ഹാർട്ട്. ഓട്ടോ റെഗുലേഷന് വേറെ എക്സാമ്പിൾസ് ചോദിച്ചാൽ എന്താ പറയുക, ബ്രെയിൻ, കിഡ്നി, ഈ ഓർഗൻസിനും സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അതൊന്ന് വേഗം സമറൈസ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡയസ്റ്റലിയുടെ സമയത്താണ് മേജർ ബ്ലഡ് സപ്ലൈ കിട്ടുക. സെക്കൻഡ് വൺ വാസ് എൻഡ് ആർട്ടറി ആണ്. തേർഡ് വൺ മെറ്റബോളിക് നീഡ്സ് അനുസരിച്ച് ബ്ലഡ് ഫ്ലോ മാറ്റാൻ പറ്റും. ഫോർത്ത് വൺ ഇറ്റ് ഹാസ് അഡിക്വേറ്റ് കൊറോണറി ബ്ലഡ് ഫ്ലോ റീസർവ്. ഫിഫ്ത്ത് വൺ ഫ്രീ ഫാറ്റി ആസിഡ് ആണ് ദ എനർജി സബ്സ്ട്രേറ്റ്. സിക്സ്ത് വൺ 80% ഓക്സിജൻ ഇസ് derived by the heart itself. Then 250 ml/minute ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഓട്ടോ റെഗുലേഷൻ എന്ന് പറയുന്നൊരു ഫീച്ചർ ഹാർട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഹൗ ഇസ് ഇറ്റ് മെഷേർഡ്? അത് മെഷർമെൻറ്റ് ചോദിക്കുന്നത് വൺ വേർഡിലാണ്. സോ ഡയറക്റ്റ് മെത്തേഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വെച്ചിട്ടാണ്. ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഇസ് ബൈ ഫിക്സ് പ്രിൻസിപ്പിൾ ആൻഡ് ദ കോൺസ്റ്റൻറ്റ് യൂസിങ് ഇസ് NO. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടറിയൽ ബ്ലഡിലേക്ക് NO കടത്തിവിട്ടിട്ട് ദെൻ വീൽ കമ്പയർ ദി NO വിത്ത് ദ വീനസ് ബ്ലഡ്. ആൻഡ് അപ്പോൾ കുറഞ്ഞിരിക്കുമായിരിക്കും, കാരണം ഹാർട്ട് ഇത് എടുത്ത് കാണും. അതിൻ്റെ ബേസിസിൽ കൊറോണറി ബ്ലഡ് ഫ്ലോ അസസ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് ഫിക്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എനിവേ എന്ത് കോമ്പണൻ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം, NO ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇറ്റ്സ് എൻ ഈസി ടോപ്പിക്. വേഗം പഠിച്ച് essay ഒക്കെ വന്നാൽ വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു essay ആണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.